ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് മനഃപൂർവ്വം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഡിസ്റ്റൻസ് വെക്കുന്നത് നിർത്തും. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ അവൈലബിലിറ്റി കുറച്ച് കുറക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എപ്പോഴും സ്നേഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് യാതൊരു വിധത്തിലുള്ള വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ മെസ്സേജ് അയക്കുന്ന സമയത്തൊക്കെ കുറച്ച് ലേറ്റായിട്ട് റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമയം ലേറ്റായിട്ട് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതല്ല. ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. അതിന് പകരം നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ കൂടുതൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ ഇന്റൻഷനലി ആണ് നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ഒത്തിരി പരാതികളൊന്നും പോയി പറയാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെഗ് ചെയ്യാതിരിക്കുക. അതിന് പകരം നിങ്ങളും അതുപോലെ തന്നെ പെരുമാറുക. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഷായിട്ട് പെരുമാറണം എന്നുള്ളതല്ല. കാമാൻ ക്വയറ്റായിട്ട് നിങ്ങൾക്ക് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യാം അവരെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ. പക്ഷെ നിങ്ങളും ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ അൺപ്രെഡിക്റ്റബിൾ ആവുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഹോബീസ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സ്കില്ലുകൾ പഠിക്കുക, അങ്ങനെ അത്തരം കാര്യങ്ങളിൽ കുറച്ച് എൻഗേജ്ഡ് ആവുക. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യും, അല്ലെങ്കിൽ അവർക്കും പ്രയോറിറ്റി കിട്ടാത്ത പോലെയുള്ള ഒരു തോന്നലൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ പരിപാടി അവസാനിപ്പിച്ചോളും. മനസ്സിലായോ? അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഇനി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന റീൽസുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പേജ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് കൂടെ കൂടുക. ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ചേസിങ് അഫർമേഷൻ എൻ്റെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ അയച്ചു തരാം. ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ചേസിങ് അഫർമേഷൻ എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. അത് എല്ലാ ദിവസവും രാവിലെ ഒരു 5 മിനിറ്റും രാത്രി കിടക്കുന്നതിന് മുമ്പ് 5 മിനിറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ തേടി വരും, നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്